ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂന്തൽ കൊണ്ട് റോസ്റ്റാണ് വെക്കുന്നത്. അതിനാവശ്യമായി 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി ഇതിന് തൊലി കളഞ്ഞെടുത്ത് വൃത്തിയാക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ഈ മീൻ എടുക്കാൻ. അതുപോലെ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സും സുനു വ്ളോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനാവശ്യമായി കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മീനാണ്, വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. കൂന്തൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മീനാണ് കൂന്തൽ. ഇന്ന് ഞങ്ങൾ ടൗണിൽ പോയപ്പം മേടിച്ചതാണ്. അങ്ങനെ അത് കറി വെക്കാൻ പോകുന്നു. ഉള്ളി ഇട്ട് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വളരെ സമയമെടുത്ത് വേണം ഉള്ളി വഴറ്റി കൊടുക്കാൻ. നല്ലപോലെ ഉള്ളി വഴറ്റി കിട്ടണം. ആ വഴറ്റുന്നതാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഉള്ളി നല്ലപോലെ ചുമന്ന് വരുന്നത് വഴറ്റണം. ചെറുതീയിലിരുന്ന് അത് വഴറ്റിയെടുക്കണം. എത്ര ബ്രൗൺ ആവും അത്രയനുസരിച്ച് കറിക്ക് ടേസ്റ്റും വരും. ഉള്ളി എളുപ്പം ചുമന്ന് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരുന്നതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കരിയാപ്പില, പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് അതിലേക്ക് കൂന്തലിട്ട് കൊടുത്തു. നല്ലപോലെ ഇളക്കി കൊടുക്കണം. 20 മിനിറ്റ് അവിടെ ഇരുന്ന് വേകണം. ആ ഗ്രേവി 4 സൈഡിലും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം ആവശ്യമായ വെള്ളവും ചേർത്ത് വേഗം വെക്കണം. വെന്ത് ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. അത് കഴിയുമ്പോൾ വളരെ സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.